നമസ്കാരം. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ ശക്തി കുറഞ്ഞ് തരിപ്പണമായ ഒരു പാർട്ടിയായിരുന്നു ചന്ദ്രബാബു നായിഡുവിന്റെ TDP. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെ കാലം ഒരു സംസ്ഥാനം ഭരിക്കുന്ന ശക്തമായ പാർട്ടിയാണ് നവീൻ പട്നായിക്കിന്റെ ബിജു ജനതാദൾ. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു പാർട്ടിയെ കടപുഴക്കിയെങ്കിൽ മറ്റൊരു പാർട്ടിക്ക് നൽകിയത് പുതുജീവൻ വെയ്പ്പായിരുന്നു. പുനഃസംഘടന പോലും നടത്താനാവാതെ നിശ്ചലമായിരുന്ന പാർട്ടിയെ ശക്തമാക്കാൻ ചന്ദ്രബാബു നായിഡുവിന്റെ മകൻ കുറെ കാലമായി പണിയെടുക്കുകയായിരുന്നു. അതിന്റെ ഫലം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമ്പോൾ ഇതോടുകൂടി ഒരിടവേളയ്ക്ക് ശേഷം ആന്ധ്രാപ്രദേശിൽ TDP പുനഃസംഘടന നടത്തി പാർട്ടിയെ സജീവമാക്കാനുള്ള നീക്കത്തിലാണ്. ഒഡീഷയിലാവട്ടെ ഭരണത്തിന്റെ ആലസ്യത്തിൽ പാർട്ടി പുനഃസംഘടന പോലും നടത്താതെയിരുന്ന ബിജു നേതാവ് തോൽവിയിൽ നിന്ന് പാഠം പഠിച്ച് അതിനുള്ള നീക്കവും തുടരുകയാണ്. 4 പതിറ്റാണ്ട് മുമ്പ് തെലങ്കാനയിൽ ജനിച്ച TDPയുടെ പഴയകാല പ്രതാപം തിരികെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ചന്ദ്രബാബു നായിഡു. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുമായി ചന്ദ്രബാബു നായിഡു കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആന്ധ്രയിലും തെലങ്കാനയിലുമുള്ള ജനങ്ങളുടെ താൽപര്യം കണക്കിലെടുത്ത് ഇരു പാർട്ടികളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 2014 ആന്ധ്രാപ്രദേശ് വിഭജനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ഉദ്യോഗതലത്തിലും മന്ത്രിതലത്തിലും സമിതികൾ രൂപീകരിച്ച് പരിഹരിക്കാനുള്ള നീക്കമാണ് TDP നടത്തുന്നത്. അതേസമയം തോൽവിയെ തുടർന്ന് പാർട്ടി പുനഃസംഘടിപ്പിക്കാനുള്ള നീക്കം തുടരുകയാണ് BJD. തെരഞ്ഞെടുപ്പ് പരാജയം പരിഹരിക്കാനും പാർട്ടിക്കുള്ളിൽ പുതിയ നിയമനങ്ങൾ ഉൾപ്പെടുത്താനും ലക്ഷ്യമിട്ടാണ് പുനഃസംഘടന. അതിന്റെ ഭാഗമായി ജില്ലാതല BJD ഭാരവാഹികളെ അവരുടെ സ്ഥാനങ്ങളിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ പാർട്ടിയുടെ സംസ്ഥാനതല ഭാരവാഹികളെ പിരിച്ചുവിട്ടു. പുതിയ നിയമനങ്ങൾ ഉടൻ BJDയിൽ നടക്കും. ഇരു പാർട്ടികളും തങ്ങളുടെ ശക്തി വർദ്ധിപ്പിച്ച് കരുത്തരാകാനുള്ള ശ്രമത്തിലാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.